ശ്രീധര മരണത്തെപ്പറ്റി ഒരു വീഡിയോ കാണുകയുണ്ടായി കേട്ടോ. മരണം വരെ ഒന്നും ചെയ്യാതെ നോക്കിയിരുന്നതിന് ശേഷം പെൺകുട്ടി മരിച്ചു കഴിഞ്ഞാൽ പേരൻസ് കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്നു. അങ്ങനെയൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. സത്യം അതൊന്നും എന്ന് നമുക്കറിയാം. ശ്രീധരൻ വേണ്ട എന്ന് പറഞ്ഞ് വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ചെറുക്കൻ്റെ പെങ്ങൾക്ക് ഇത്ര പവൻ സ്വർണം കൊടുത്തു എന്ന് പെൺകുട്ടിയുടെ വീട്ടുകാരെ അറിയിക്കുന്നവരാണ് മിക്കവരും. പിന്നീട് ഉള്ളതെല്ലാം വിറ്റ് പെറുക്കി കടം വാങ്ങി ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അയക്കുമ്പോഴത്തേനും ആ കുടുംബം ആത്മഹത്യയുടെ വക്കീലാവുന്നു. പിന്നെ ഇങ്ങനെ മകളെ തിരിച്ചു വിളിക്കും. ആ ഒരു നിസ്സഹായസ്ഥയാണ് കേട്ടോ. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം കേട്ടോ. നമ്മുടെ മക്കൾക്ക് ബെറ്റർ എഡ്യൂക്കേഷൻ നൽകാം, നല്ലൊരു ജോബ് ആയതിനു ശേഷം അവരെ മാരേജ് ചെയ്യിക്കാം. പക്ഷെ അതും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. അത് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. ഒന്നിനും കഴിയാത്ത സമയത്ത് നമ്മളെ നോക്കി വളർത്തിയ രക്ഷിതാക്കളാണ്. ഏതവസ്ഥയിലാണെങ്കിലും അവർ നമ്മളെ നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കുക തന്നെ ചെയ്യും. അത് പെൺകുട്ടികൾക്കും ഓർമ്മ വേണം കേട്ടോ. പിന്നെ ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ്. ജീവിക്കാൻ സമ്മതിക്കാത്തവരുടെ മുന്നിൽ ജീവിച്ചു തീർക്കുമ്പോഴാണ് അതിന് മാധുര്യേറുന്നത്.